Next theorem 8.15 Rees representation theorem. ഇപ്പോൾ റീസിന് നമ്മൾ രണ്ട് തിയറാണ് പഠിക്കുന്നത്. ഒരു തിയറത്തിൽ L1 ഡിഫൈൻ ചെയ്യുന്നു, L1 തിയറം പറയുന്നു, ഇവിടെ ജനറലൈസ്ഡ് പറയുന്നു, ജനറലൈസ്ഡ് ആയിട്ട് LP പറയുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഏകദേശം സെയിം തന്നെയാണ്, അതേ തിയറത്തിൻ്റെ അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഇഫ് എക്സ് മ്യൂ ഈസ് എ ആർബിട്രറി മെഷർ സ്പേസ് and G is a bounded linear functional, capital G is a bounded linear functional on LP, comma 1 less than P less than infinity, then there exists a G in LQ where Q equal to P by P minus 1, that is 1 by P plus 1 by Q equal to 1, that is a condition, such that GF equal to integral fg d mu and norm capital G equal to norm small g then q small q. ഇവിടെ ചെയ്യേണ്ടുന്നത് എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യും ജി ഓഫ് എഫ് ഈസ് ഈക്വൾ ടു ഇൻ്റഗ്രൽ എഫ് ജി ഡി മ്യൂ എന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ ഇത് കണ്ടതാണ്, അവിടെ L1 പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഇവിടെ നമ്മൾ ജനറലൈസ്ഡിലേക്ക് പറയുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്മോൾ ജിയെ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. സ്മോൾ ജി വിച്ച് റെപ്രസെൻറ്റ് ക്യാപിറ്റൽ ജി, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സ്മോൾ ജി കിട്ടുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. സച്ച് ദാറ്റ് ക്യാപിറ്റൽ ജി ബ്രാക്കറ്റ് സ്മോൾ ഓഫ് ഈസാണ് ഈസ് ഈക്വൾ ടു ഇൻ്റഗ്രൽ എഫ് ജി ഡി മ്യൂ എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത ആ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, കഴിഞ്ഞ തിയറം 8.14 റീസ് റെപ്രസെൻറ്റേഷൻ തിയറം, അതേ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് അവിടെ L1 നമ്മൾ ചെയ്തത്. ആ L1 പകരം അവിടെ LP ആക്കണം, പിന്നെ G in LQ, ഇത് വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇതിവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സീക്വൻസ് FN കണ്ടുപിടിക്കാൻ പോയാൽ സീക്വൻസ് FN പറയാൻ നമ്മൾ അസ്യൂം ചെയ്യാൻ പോവുകയാണ്. സീക്വൻസ് FN ഇൻ LPയിലെ ഒരു സീക്വൻസ് നമ്മൾ പറഞ്ഞു, അത് FN എന്ന് എടുത്തു. ആ Fൻ്റെ പ്രത്യേകത നോം FN ഈക്വൾ ടു 1 ആകുന്ന രീതിയിൽ സീക്വൻസ് എടുത്ത്, ആൻഡ് ആൾസോ എഫിൻ്റെ ജി വാല്യൂ, ജി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ജി എന്താ, ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററാണ്, ഒരു ഫങ്ഷനാണ്. ഏതിൽ? LPയിൽ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ്. എഫിനെ പോലുള്ള ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ് LP എന്ന് പറയുന്നത്. ജി എന്ന് പറഞ്ഞാൽ LPയിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ. ഇങ്ങനെ ജി എന്ന് പറയുന്നത് ഏതാണ്? ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ. ജി എന്ന് പറയുന്നത് LPയിൽ നിന്നും Rലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ. ഇനി LP എന്ന് പറയാൻ എന്താ? LPയിൽ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസിൻ്റെ കളക്ഷൻസാണ്, ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷൻ, അതും ലീനിയർ ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ്. എക്സിൽ നിന്ന് Rലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻ്റെ കളക്ഷനാണ്. അപ്പോൾ Fൻ്റെ വാല്യൂ GFN വീണ്ടും അസ്യൂം ചെയ്യുന്നു ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു നോം ജി. നേരത്തെ നോം ജിയൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഡെഫിനിഷൻ നമ്മുടെ കയ്യിലുണ്ട്. 1 മൈനസ് 1/n ആകുന്ന രീതിയിൽ, ഈ ഒരു രീതിയിൽ ഒരു സീക്വൻസ് എഫിനെ നമ്മൾ അറേഞ്ച് ചെയ്യുക. അപ്പോൾ നോം FN ഈക്വൾ ടു 1 ആൻഡ് ജി ഓഫ് FN ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു നോം ജി ഇൻറ്റു 1 മൈനസ് 1/n മീൻസ് ദാറ്റ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി this G of FN ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു നോം ജി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയും അസംഷനാണ്. നമ്മളിനി ചെയ്യുന്നത് ഇതിന് കറസ്പോണ്ടിങ് ദെയർ എക്സിസ്റ്റ് എ സിഗ്മ ഫൈനൈറ്റ് സെറ്റ് ക്യാപിറ്റൽ X സഫിക്സ് നോട്ട്, X നോട്ട്
ഇൻ എക്സ്. നമ്മുടെ കളക്ഷൻ ഓഫ് സബ്സെറ്റുകളുടെ കളക്ഷനിൽ നിന്നൊരു എക്സ് നോട്ട് എടുക്കുന്നു. പ്രത്യേകത ഔട്ട്സൈഡ് ഓഫ് വിച്ച് ആൾ എഫ് എൻ വാനിഷ് എന്ന് വെച്ചാൽ ഈ എക്സ് നോട്ടിൻ്റെ ഔട്ട്സൈഡിൽ എഫ് എൻ ഈസ് സ്ട്രിക്ട്ലി സീറോ ആകുന്ന വാനിഷ് ആകുന്ന രീതിയിൽ നമ്മളൊരു എക്സ് നോട്ട് അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും അസംഷനുണ്ട്. അവിടെ വീണ്ടും അസ്യൂം ചെയ്യുന്ന ലെറ്റ് ക്യാപിറ്റൽ ഇ ഈസ് എലമെൻ്റ് അവർ കളക്ഷൻ വിത്ത് ഈ ഇൻ്റർസെക്ഷൻ എക്സ് നോട്ട്. നമ്മൾ പറഞ്ഞ എക്സ് നോട്ട് ഉണ്ടല്ലോ, അത് ഇതുമായിട്ട് കോമൺ എലമെൻറ്റ് ഡിസ്ജോയിൻ്റ് ആകുന്ന രീതിയിൽ ഒരു ഇയും കൂടി എടുക്കുക. ഓക്കെ, ദെൻ ഒരു ചെറിയ ഡെറിവേഷൻ നോക്കിക്കോ. ദെൻ എഫ് എൻ പ്ലസ് ഓർ മൈനസ് ടി സൈ ഇ, ഈ വാല്യൂ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ നമുക്കറിയാം, നോം സഫിക്സ് ഇവിടെ പി ആണ്, വിത്ത് റെസ്പെക്റ്റ് പി ആണ്. അപ്പോൾ അവിടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇൻ്റഗ്രൽ എഫ് എൻ പ്ലസ് ഓർ മൈനസ് ടി ഇ റേസ് ടു പി ഡി മ്യൂ ദെൻ ഓൾ റേസ് ടു 1/p എന്ന് ആകുന്ന രീതിയിൽ, അതാണ് ഡെഫിനിഷനാണ്. ഈ നോം എഫിൻ്റെ ഡെഫിനിഷനാണ് പിയിൽ. എൽ പിയിലെ നോം എഫ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നോം എഫ് എന്ന് പറയുന്നത് ഈസ് ഇൻ്റഗ്രൽ മോഡ് എഫ്. മോഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മോഡ് എഫ് ഡി മ്യൂ, അല്ലെങ്കിൽ എഫ് റേസ് ടു പി ഡി മ്യൂ, മോഡ് വേണ്ട, ഓൾ റേസ് ടു 1/p. ഇതാണ് അതിൻ്റെ എൽ പിയിൽ എഫിൻ്റെ നോം ഡിഫൈൻ ചെയ്യുന്ന ഡെഫിനിഷൻ. ഓക്കെ, അത് പ്രകാരം ഇവിടെ നമ്മൾ വലിയൊരു ഫംഗ്ഷൻ എഫ് എൻ പ്ലസ് ഓർ മൈനസ് ടി സൈ എന്ന വലിയൊരു ഫംഗ്ഷനാണ്. ആ എഫിന് പകരം അത് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ വാല്യൂവിനെ നമുക്കൊരു പ്രത്യേക റിസൾട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ഇതിനെ നമുക്ക് എഴുതാൻ പറ്റിയ അങ്ങനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് എൻ പി ഡി മ്യൂ പ്ലസ് ഇൻ്റഗ്രൽ ടി റേസ് ടു പി സൈ ഇ. ഈ സൈ എന്ന് പറഞ്ഞാൽ 1 or 0 ആണ്, അതുകൊണ്ട് ഇവിടെ റേസ് ടു പി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഓൾ റേസ് ടു നമ്മൾ 1/p എന്ന് എഴുതി. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഹോൾഡേഴ്സ് ഇൻഇക്വാളിറ്റി ഉപയോഗിക്കാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇത് ലെസ് ഓർ ഈക്വൽ ടു നോം എഫ് എൻ റേസ് ടു പി പ്ലസ് ടി റേസ് ടു പി ഇൻ്റഗ്രൽ സൈ ഇ ഡി മ്യൂ ഓൾ റേസ് ടു 1/p ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി ഇതിൽ ഈ നോം എഫ് എൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് 1 ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ വീണ്ടും എങ്ങനെ എഴുതാം? 1 പ്ലസ് ടി റേസ് ടു പി, ഈ ഇൻ്റഗ്രലിൽ സൈ ഡി മ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഡെഫിനിഷനാണ്. ഇതിനെ നമുക്ക് മ്യൂ ഓഫ് ഇ എന്ന് പറയാം, അങ്ങനെ ഡെഫിനിഷനാണ്. അപ്പോൾ ഇതിനെ ഓൾ റേസ് ടു 1/p എന്ന് എഴുതി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നോം എഫ് എൻ പ്ലസ് ഓർ മൈനസ് ടി സൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് ടി റേസ് ടു പി മ്യൂ ഓഫ് ഇ ഓൾ റേസ് ടു 1/p എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. where t is greater than or equal to 0 and അപ്പോൾ ഇതിൽ മ്യൂ ഓഫ് ഇ ആൻഡ് ആൾസോ സി മ്യൂ ഓഫ് ഇ is finite. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്നത് ജി ഓഫ് എഫ് എൻ പ്ലസ് ജി ഓഫ് പ്ലസ് ഓർ മൈനസ് ടി സൈ ഇ, ഈ ഒരു വാല്യൂ
ഇതെന്ന് പറഞ്ഞാൽ ഈക്വൾ ടു ജി ലീനിയറാണ്. ലീനിയറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ എഫ് എൻ പ്ലസ് ഓർ മൈനസ് ടി സൈ ഇ എന്ന് എഴുതാം. ലീനിയറായിട്ട് അങ്ങനെ എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു എങ്ങനെ എഴുതാം? മോഡ് ജി എഫ് എൻ പ്ലസ് ഓർ മൈനസ് ടി സൈ ഇ എന്ന് എഴുതാം. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വാല്യൂ ഏതാ? ഈ സെക്കൻഡ് ടേമിൻ്റെ വാല്യൂ കാണാൻ പോവുക. ഈ സെക്കൻഡ് ടേം കാണുമ്പോൾ ഈ ജി എഫ് എന്നെ റൈറ്റിൽ കൊണ്ടുപോകും. അപ്പോൾ മൈനസ് ജി എഫ് എൻ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാൻ പോകുന്നത് ജി ഓഫ് പ്ലസ് ഓർ മൈനസ് ടി സൈയുടെ വാല്യൂ കാണാൻ പോകുന്നു. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ദാറ്റ് ജി ഓഫ് ടി പ്ലസ് ഓർ മൈനസ് ടി സൈയുടെ വാല്യൂ കാണാൻ പോകുന്നത്. ദിസ് വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ജി എഫ് എൻ പ്ലസ് ഓർ മൈനസ് ടി സൈ ഇ മൈനസ് ജി എഫ് എൻ എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട്. ജി എഫ് എൻ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട്. ജി എഫ് എൻ എന്ന് പറയുന്നത് ജി എഫ് എൻ പ്ലസ് ഓർ മൈനസ് ടി എക്സിയുടെ വാല്യൂ നമ്മളവിടെ എഴുതാം, ജി ഓഫ് ദാറ്റ്. ഇതിന് നമുക്ക് വീണ്ടും എഴുതാം. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു നോം ജി അവിടെ നോം എഫ് എൻ പ്ലസ് ഓർ മൈനസ് ടി സൈ ഇ. ഓക്കെ, ആ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. മൈനസ് നോം ജി. ഈ ജി എഫ് എൻ എന്ന് പറയുന്നത് നോം ജി ഇൻറ്റു 1 മൈനസ് 1/n. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആ ഡെറിവേഷനിൽ ഇതിൽ ഈ ടേം ഉണ്ടല്ലോ, ഈ ടേം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൾ ടു നോം ജി നോം എഫ് എൻ പ്ലസ് ഓർ മൈനസ് ടി എക്സ് എന്ന് എഴുതി. ഈ ജി എഫ് എൻ നമ്മുടെ അസംഷനുണ്ട്. ഈ മൈനസ് ജി എഫ് എൻ ആകുമ്പോൾ ഇൻഇക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൾ ടു തന്നെ വരും. കാര്യം ജി എഫ് എൻ എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു നോം ജി ഇൻറ്റു 1 മൈനസ് 1/n എന്നാണ്. അപ്പോൾ മൈനസ് ജി എഫ് എൻ എന്ന് പറയുമ്പോൾ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു എന്ത് വരും? മൈനസ് നോം ജി. അപ്പോൾ ഇതേപോലെ വരും. ഈ മൈനസ് ജി എഫ് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ദാറ്റ്. നമ്മൾ ജി എഫ് എനിൽ ആ മൈനസ് ലെഫ്റ്റ് റൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടി. ഇതിൽ നമ്മൾ നോം ജി റൈറ്റ് സൈഡിൽ നിന്ന് നോം ജി കോമൺ ആയി എടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എങ്ങനെ എഴുതാം? ജി ഇവിടെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് ഇവിടെ പ്ലസ് ഓർ മൈനസിൽ നമ്മൾ ടി നെഗറ്റീവ് നമ്മൾ റിമൂവ് ചെയ്തു. ഈസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു നോം ജി നമ്മൾ കോമൺ എടുത്തു. അപ്പോൾ ബാക്കിയുള്ളത് അവിടെ വരുന്നത് നോം എഫ് എൻ പ്ലസ് ഓർ മൈനസ് ടി സൈ ഇ നോം ക്ലോസ് ചെയ്തു. ഓക്കെ, ദെൻ അത് വിത്ത് റെസ്പെക്ട് ടു പി എന്ന എൽ പി സ്പേസിലാണ്. ദെൻ മൈനസ് 1 മൈനസ് 1/n എന്ന് എഴുതി. ഓക്കെ, കോമൺ എടുത്ത് നോം ജി. ഇനി ഈ ഫസ്റ്റ് ടൈം നോം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇപ്പോൾ വർക്കൗട്ട് ചെയ്തത് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഈസിൽ. അപ്പോൾ നോം അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അവിടെ ഈ നോം എഫ് എൻ പ്ലസ് ഓർ മൈനസ് ടി സൈ എക്സ് ഐ ഇ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. ഏതാ? ലെസ് ദാൻ ഓർ ഈക്വൾ വാല്യൂ. അപ്പോൾ അതിനെല്ലാം ഒരുമിച്ച് തന്നെ എഴുതാം. ജി ഓഫ് ടി സൈ ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു നോം ജി ദെൻ ബ്രാക്കറ്റിനകത്ത് 1 പ്ലസ് ടി റേസ് ടു പി
mu of e ഇതിൻ്റെ ഓൾ റേസ് ടു 1/p മൈനസ് 1 മൈനസ് 1/n ഈ ഒരു രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫോർ എവരി n. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് ബിക്കം 0. ഓക്കെ, ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി g of psi that is less than or equal to norm g one plus t raised to p mu of e. This is all raised to 1/p minus 1 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ടി പോസിറ്റീവാണ്. റൈറ്റ് സൈഡിൽ നമ്മൾ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇനിക്വാളിറ്റി അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ജി ഓഫ് സൈ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ജി ഇതിനവിടെ ഉള്ളത് 1 പ്ലസ് ടി റേസ് ടു പി mu of e all raised to 1/p minus 1 കോമൺ ബൈ ടി എന്ന് എഴുതി നമ്മൾ ആൻസറിന് വേണ്ടി. എന്നിട്ട് ഇവിടെ റൈറ്റിൽ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ആ ടി ടെൻസ് ടു 0 റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നു. റൈറ്റ് ലിമിറ്റ് കാണുകയാണ്. അപ്പോൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ല. റൈറ്റിൽ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തു. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിൽ നോം ജി അതേപോലെ എഴുതും. ഈ ടി ഡെറിവേറ്റീവ് 1 എഴുതും. -1 ഡെറിവേറ്റീവ് 0 എഴുതും. പിന്നെ ബാക്കിയുള്ള ഡെറിവേറ്റീവ് വെച്ചാൽ 1/p ഇൻറ്റു ആ ഫുള്ള് ബ്രാക്കറ്റ് റേസ് ടു 1/p -1 എഴുതി. ദെൻ അകത്തുള്ളതിൻ്റെ ഡെറിവേറ്റീവ് ഈ അകത്തുള്ളതിൻ്റെ വണ്ണിന് 0 ടി റേസ് ടു പിക്ക് പി ഇൻറ്റു ടി റേസ് ടു പി -1 ഇൻറ്റു മ്യൂ എന്ന് എഴുതും. ആസ് ടി ടെൻസ് ടു 0 ദെൻ ദിസ് ഈസ് ഇൻറ്റു പി ഇൻറ്റു ടി റേസ് ടു പി -1 ഇൻറ്റു മ്യൂ ഓഫ് ഇ വരുന്നത്. ഇപ്പോൾ ടി ഉള്ളതുകൊണ്ട് ടിക്ക് 0 കൊടുക്കുമ്പോൾ റൈറ്റ് സൈഡ് ഫുള്ള് 0 ആകും. ദാറ്റ് ഈസ് മോഡ് ജി ഓ സൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. Our assumption is G is a positive linear operator. Therefore, G of psi e is equal to 0 for any e element x. Okay. And outside of the sigma finite set x നോട്ടിൻ്റെ ഔട്ട്സൈഡിൽ ജി ഓഫ് സൈ ഇ 0 എന്ന് കിട്ടിയിട്ടുണ്ട്. എക്സ് നോട്ടിൻ്റെ ഔട്ട്സൈഡിൽ ജി ഓഫ് സൈ ഓഫ് ഇ 0 എന്ന് കിട്ടി. ഫോർ എനി ഇ ആണ്. Therefore, if f is any function in LP such that x naught intersection x element x such that fx not equal to 0 is null set. ഈ കേസിലാണ് null set. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എഫ് ഈസ് എ എനി ഫംഗ്ഷൻ ഇഫ് എഫ് ഈസ് എ എനി ഫംഗ്ഷൻ എൽ പി സച്ച് ദാറ്റ് എക്സ് നോട്ട് ഇൻ്റർസെക്ഷൻ സെറ്റ് എക്സ് എലമെൻറ്റ് എക്സ് സച്ച് ദാറ്റ് എഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 is equal to null set. From it is clear that g of f equal to 0. നമ്മൾ ആദ്യമേ പറഞ്ഞ g of f ഈ നമ്മൾ എടുക്കുന്ന എക്സ് നോട്ട് ഇൻ്റർസെക്ഷൻ അതിനകത്ത് ജി ഓഫ് എഫ് 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ജി ഓഫ് 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഈ നമ്മളിപ്പോൾ വേറെ കാണിച്ച ഈ എക്സ് നോട്ട് എന്ന് പറയുന്നത് എക്സ് നോട്ടിൻ്റെ അപ്പുറത്ത് എഫ് 0 എന്ന് അസ്യൂം ചെയ്തു. എക്സ് നോട്ടിനും പിന്നെ എഫ് എക്സ് നോട്ട് ഈക്വൽ 0 എന്ന ആ എക്സ് എന്ന സെറ്റിൻ്റെയും കോമൺ പോയിൻ്റ് ഇല്ല. അങ്ങനെയെങ്കിൽ ജി ഓഫ് എഫ് 0 ആയിരിക്കും. എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആർഗ്യുമെൻറ്റ് പ്രകാരം അവിടെ ജി എന്നൊരു ഫംഗ്ഷൻ എക്സ് നോട്ടിലുണ്ടാകും. എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയി ജി എന്നൊരു ഫംഗ്ഷൻ ഉണ്ടാകും വിച്ച് റെപ്രസെൻറ്റ് ജിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി
സ്മോൾ ജി എന്നൊരു ഫംഗ്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കഴിഞ്ഞ നമ്മുടെ തിയറം പ്രകാരം. ആൻഡ് ഇതെന്ന് പറയുന്നത് നമുക്ക് വീണ്ടും എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് സെറ്റ് എക്സ്, ഫുൾ എക്സിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ് നോട്ടിൽ നിന്നും എല്ലാത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദാറ്റ് ഇറ്റ് വാണിഷ് ഓൺ ദ കോംപ്ലിമെൻറ്റ് ഓഫ് എക്സ് നോട്ട്. ഓക്കെ, ദെയർഫോർ ഇപ്പോൾ ജി എന്ന ഒരു ഫംഗ്ഷൻ കിട്ടി, നമ്മൾ ആൾറെഡി എഫ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ജി ഓഫ് എഫ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ എഫ് ജി ഡി. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. പ്രധാനമായിട്ട് നമ്മൾ എക്സ് നോട്ട് എന്നൊരു സെറ്റ് അസ്യൂം ചെയ്യുന്നു. എക്സ് നോട്ട് ഇയുമായിട്ട് കോമൺ പോയിൻ്റ് ഇല്ല. എക്സ് നോട്ടിൻ്റെ ഔട്ട്സൈഡിൽ എഫ് എൻ 0 ആണെന്ന് എടുക്കുന്നു. അവിടെ ജി എന്നൊരു ഫംഗ്ഷൻ എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയി ലഭിക്കുന്നു. അങ്ങനെ ജി ഓഫ് എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ജി. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ തിയറത്തിലെയും ജി ഓഫ് ഈക്വൽ ടു എഫ് ജി ഡി മി എന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടുന്ന ഈ റിക്വയർമെൻറ്റൊക്കെ വെച്ചുകൊണ്ട് ജി എ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മുടെ ഉദ്ദേശം. അങ്ങനെ ജി എ കിട്ടിയിട്ടുണ്ട്. സോ ദെയർഫോർ ജി ഓഫ് എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ജി ഡി മി എന്ന് എഴുതാം. ഓക്കെ.